ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ട് MBBSൽ ഒരു മെറിറ്റ് സീറ്റ് എന്ന സ്വപ്നം കരസ്ഥമാക്കിയ അപർണ എന്ന കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് അപർണ, വീട് കൊല്ലത്ത് അഞ്ചലിലാണ്. ഞാൻ പാലാ സെൻട്രലിലെ A ബ്ലോക്കിൽ Q3 ബാച്ചിലാണ് പഠിച്ചത്. നീറ്റിന് എൻ്റെ സ്കോർ 690യും ഓൾ ഇന്ത്യ റാങ്ക് 3583 ആയിരുന്നു. എങ്ങനെയാണ് മോൻ ഈ ഒരു സ്കോർ എക്സ്പെക്റ്റഡ് ആയിരുന്നു? എനിക്ക് മോഡൽ എക്സാം ഫൈനലായിരുന്നു. മോഡൽ എക്സാമിനൊക്കെ ഏകദേശം 700 അടുപ്പിച്ച് കിട്ടുമായിരുന്നു. അപ്പം 700ന് ഏകദേശം അടുത്ത് വരുന്ന സ്കോർ കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു എക്സാമിന് മുമ്പ്. സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? എൻ്റെ സ്കൂൾ ഗവൺമെൻറ് HSS അഞ്ചൽ വെസ്റ്റ്, അവിടെയാണ് പ്ലസ് ടു വരെ പഠിച്ചത്. ചെറുപ്പം മുതലേ ആ സ്കൂളിൽ തന്നെയാണോ പഠിച്ചത്? അല്ല, 8th തൊട്ട് അവിടെയാണ്. MBBS എന്നൊരു സ്വപ്നം, ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിയത് എപ്പോഴാണ്? 10th വരെ വേറെ ഡ്രീമായിരുന്നു. എനിക്ക് ആസ്ട്രോഫിസിക്സ് പഠിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ എന്തോ 10 കഴിഞ്ഞപ്പോൾ ഈ ഫീൽഡിനോടൊരു ഈ പ്രൊഫഷനോട് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഡോക്ടേഴ്സ് ചെയ്യുന്ന ഇത് കണ്ടപ്പോൾ എന്തോ ആ ഒരു ആഗ്രഹത്തോടെ എന്തോ ഒരു ഇത് തോന്നി. അത് നല്ലൊരു പ്രൊഫഷനാണെന്ന്. പിന്നെ എനിക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ആൾക്കാരോട് സംസാരിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാനൊക്കെ. അപ്പോൾ അതിന് ഞാൻ ഒരു ഫിസിക്സ് പഠിച്ച് പോകുന്നതിലും ഈ ഒരു ഫീൽഡിൽ പോയാൽ എനിക്ക് ഒരു കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നി. എപ്പോഴാണ് നീറ്റ് എഴുതാമെന്ന് വിചാരിച്ചത് 12th കഴിഞ്ഞിട്ട്. ഡോക്ടർ എന്നൊരു സ്വപ്നത്തിൽ എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ബ്രില്യനിലേക്ക് പോകാം എന്നൊരു ഓപ്ഷൻ അത് തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? ബ്രില്യനിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത്. പിന്നെ കേരളത്തിലെ ഏറ്റവും നല്ല എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കുറേ കാലം തൊട്ടേ അറിയപ്പെടുന്ന ബ്രില്യൻ്റ് തന്നെയാണ്. പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോഴെല്ലാവരും നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ ബ്രില്യൻ്റിൽ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബ്രില്യനിൽ ഒരു എക്സ്പീരിയൻസ് പറയോ? എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ മോന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ബ്രില്യനിൽ മൊത്തത്തിൽ നല്ല ഇഷ്ടമാണ്. പിന്നെ അവിടുത്തെ ഡയറക്ടർ ഞങ്ങൾക്ക് ജോർജ് സാറാണ്. അപ്പോൾ ജോർജ് സാറിൻ്റെ ഇടയ്ക്ക് റിസൾട്ട് വായിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഓരോ മോട്ടിവേഷൻ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഹോസ്റ്റലിൽ വരുമ്പോഴുള്ള മോട്ടിവേഷനൊക്കെ, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ജോർജ് സാറിൻ്റെ വാക്കുകളാണ്. സാർ എപ്പോഴും പറയും കുഴപ്പമില്ല, ഇനിയും നമുക്ക് സമയമുണ്ട്, ഇനി പഠിച്ചാലും നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് സാറ് ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ എനിക്കൊരു അവിടുത്തെ ഫേവറേറ്റ് എൻ്റെ ടീച്ചറിന് വന്നത് ഫോട്ടോസിന്തസിസ് എടുക്കുന്ന ശ്രീജിത്ത് സാറാണ്, ബോട്ടണി. സാറ് ഒരു രക്ഷയില്ല, ഭയങ്കര വൈബാണ് ക്ലാസ്സിലൊക്കെ. ഞങ്ങൾക്ക് സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാറിന് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നല്ല കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ അഞ്ജലി മിസ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. മിസ്സിന് നമുക്കൊരു മെൻറ്റർ എന്നുള്ളതിനപ്പുറം നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ്, ഒരു ചേച്ചിയെ പോലെയൊക്കെ. എന്ത് വേണേലും മിസ്സിനോട് പറയാൻ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാം കൊണ്ടും എനിക്ക് ബ്രില്യനിലെ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മോഡൽ എക്സാംസിൽ ചില സമയത്ത് മാർക്സുകൾ കൂടാം, ചില നമുക്ക് ടോപ്പിക്കിൽ വരുന്ന സമയത്ത് അത് നമ്മുടെ മാർക്സുകളൊന്ന് കുറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു പോയി? എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ് ഞാൻ. ഭയങ്കരമായിട്ട് ചെറിയ കാര്യത്തിൽ ടെൻഷനാവുന്നതായിരുന്നു. പക്ഷെ എനിക്ക് സ്കോർ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ മോഡൽ എക്സാം തൊട്ട് ലാസ്റ്റ് വരെ ഒരു 650 അബവ് റേഞ്ച് എപ്പോഴും വരുവാണ്. A+ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു എപ്പോഴും. ചില എക്സാമിന് മാത്രം അത് കുറഞ്ഞു വരിക, 600ൻ്റെ ആ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോൾ ടെൻഷനാവുകയാണ്. പിന്നെ കുറേ കെയർലെസ് മിസ്റ്റേക്ക് വരുത്തുകയാണ് ആദ്യമൊക്കെ. അപ്പം പേടിയാവുന്നു, ഇനി ലാസ്റ്റ് എക്സാമിന് ഇതുപോലെ തന്നെ വരുത്തുമോ, ടൈം കിട്ടാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ പഠിക്കുകയാണ്. ആ തെറ്റിപ്പോയ എവിടെയാണ്, ഇനി എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ അടുത്ത എക്സാമിന് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. ഏതാണ് ഒരു ഫേവറേറ്റ് സബ്ജക്റ്റായിട്ട് തോന്നിയത്? എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് പണ്ടോട്ട് ഫിസിക്സ് ആണ്. എങ്ങനെയാണ് ഫിസിക്സിൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്തു പോയത്? പ്രോബ്ലംസ് തിയറി നമുക്ക് നന്നായിട്ട് അത്യാവശ്യം കോൺസെപ്റ്റ് ഉണ്ട്, ബേസ് ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ കുറേ ടൈപ്പ് പ്രോബ്ലം ചെയ്ത് പഠിക്കണം. അപ്പം അവിടെ തന്നെ ലൈബ്രറിയിൽ ഒരുപാട് ഗൈഡും ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി എടുക്കാം ബുക്കൊക്കെ. അപ്പോൾ അതിൽ നിന്ന് പഠിക്കുക. അല്ലെങ്കിൽ ഇവിടുത്തെ മെറ്റീരിയലിൽ നിന്ന് വർക്ക് ബുക്കിൽ തന്നെ ഏകദേശം ഒരു ചാപ്റ്ററിന് 100 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ തന്നെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും വരും. അപ്പോൾ പിന്നെ നമുക്ക് അതേ ടൈപ്പ് വേറൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്യാൻ എളുപ്പമാണ്. ഇനി 2025 എന്ന ആഗ്രഹമായിട്ട് കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും നമ്മുടെ മുമ്പിൽ. അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ടിപ്സ് എന്ത് കൊടുക്കാം? എന്തിൽ ഫോക്കസ് ചെയ്യണം കൂടുതൽ, അങ്ങനെയൊക്കെ? അങ്ങനെ വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഈ എത്ര മണിക്കൂർ പഠിക്കുന്നതിലാണ് കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഒരു ദിവസം നമ്മളുടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ടൈം പഠിത്തത്തിന് കൊടുക്കുക. പിന്നെ ആ സമയം നമ്മൾ പഠിത്തം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം.
അല്ലാതെ വെറുതെ ഇരുന്ന് കുറേ മണിക്കൂർ പഠിച്ചെന്ന് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ട് 1 മണിക്കൂറെങ്കിലും പഠിച്ചാൽ അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ പിന്നെ ഹെൽത്ത് നോക്കണം, അത്യാവശ്യം ഉറങ്ങണം. അങ്ങനെ ഉറക്കം അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നോ? ഒരുപാട് സമയം ഇരിക്കായിരുന്നോ? ഇല്ലില്ല, ഞാൻ കറക്റ്റ് 7 മണിക്കൂർ ഉറങ്ങുമായിരുന്നു എല്ലാ ദിവസവും. എനിക്ക് അത്രയും ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ലായിരുന്നു, തലവേദന വരും, പിന്നെ അടുത്ത എക്സാം കുളമാവും, അങ്ങനെയൊക്കെയായിരുന്നു. അതുകൊണ്ട് ഹെൽത്തൊക്കെ കറക്റ്റ്, ഉറക്കം കറക്റ്റായിട്ട് നോക്കുകയാണ് എന്തായാലും. പിന്നെ അത് പഠിത്തത്തെ ബാധിച്ചായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. റിസൾട്ട് അറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്താണ് തോന്നിയത്? പ്രതീക്ഷിച്ച മാർക്ക് തന്നെ കിട്ടി, സന്തോഷം. അതിൽ സന്തോഷമായിരുന്നു. അമ്മയോ? സന്തോഷമായിരുന്നു. ചെറുപ്പം മുതലേ ആളെങ്ങനെയായിരുന്നു പഠന രീതികളിലൊക്കെ ആളുടെ? അപ്പം മുതലേ ഇവിടെ തൊട്ടടുത്തുള്ള NSS അതിൻ്റെ ഒരു സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അവിടെ ആയിരുന്നു KG മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ. കൊച്ചിന് വരെ പഠിക്കുന്നതിന് ചിട്ടയോടുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട, അവളെ പഠിത്തത്തിന് തന്നെ പ്രയോറിറ്റി കൊടുത്തിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാറുള്ളൂ. മോളുടെ ആഗ്രഹമായിരുന്നോ അതോ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ ഡോക്ടർ ആക്കണം എന്നുള്ള? ഡോക്ടറാക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, ഏതായാലും നല്ല പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമുക്ക് ഫിസിക്സിലായിരുന്നു, അസ്ട്രോഫിസിക്സ് പഠിക്കണമെന്നായിരുന്നു അവരുടെ താല്പര്യം. അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ MBBS അല്ലെങ്കിൽ ഡോക്ടർ എന്നൊരു സ്വപ്നം പറഞ്ഞപ്പം എന്തുകൊണ്ടാണ് ബ്രില്യൻറ്റിലേക്ക് വിടാമെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നാൻ? നമ്മുടെ ഈ അടുത്തുള്ള കേരളത്തിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്രില്യൻ്റാ. നേരത്തെ ഉള്ള കേട്ടറിവും ഇവിടെ പഠിച്ചവരുടെ അറിവും നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലേ തീർച്ചയായും അവിടേക്ക് തന്നെ വിട്ടത്. പിന്നെ പാലയിലേക്ക് വിട്ടത് അവൾക്ക് അതിലായിരുന്നു താല്പര്യം. ഏറ്റവും കൂടുതൽ അടുത്ത് നമുക്ക് കൊല്ലം, തിരുവനന്തപുരം ഒക്കെ ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ അന്ന് ആദ്യമേ തുടങ്ങിയ സ്ഥാപനം പാലയിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് പാലയിലേക്ക് തന്നെ പോകാമെന്ന് അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തതാണ്. എല്ലാവർക്കും അതിലുപരി ബ്രില്യൻറ്റിനും വളരെ അഭിമാനമായ അപർണ എന്ന കൊച്ചു മെഡിക്കയുടെ വിശേഷങ്ങളായിരുന്നു നമ്മൾ അറിഞ്ഞത്. തീർച്ചയായും ഇത് മറ്റുള്ള കുട്ടികൾക്കും പ്രചോദനം തന്നെ ആയിരിക്കും. ബ്രില്യൻറ്റ് എല്ലാ രീതിയിലും ആളുടെ ഇനിയുള്ള മുൻപോട്ടുള്ള വഴികളെല്ലാം തന്നെയും ആശംസകൾ നേരുകയാണ്. ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.